ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡിലീരിയം എന്ന അവസ്ഥയെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഡിമെൻഷ്യ പറയുന്നതിൻ്റെ ഇടയിൽ, ഡിമെൻഷ്യയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഡിലീരിയത്തിന് എന്താണ് കാര്യമെന്ന്. ഡിമെൻഷ്യയും ഡിലീരിയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾക്ക് വളരെയധികം സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിമെൻഷ്യ ഉള്ളവരിൽ ഡിലീരിയം എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ അവർക്ക് താമസം ഉണ്ടാവുകയും അതുമൂലം അവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിലീരിയം എന്ന അവസ്ഥ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിമെൻഷ്യ ഉള്ളവരിൽ മാത്രമല്ല ഡിലീരിയം എന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഡിലീരിയം എന്ന വേർഡ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകില്ല. എന്നാലും ഡിലീരിയം എന്ന അവസ്ഥയുള്ള രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം തന്നെ നമുക്ക് ഡിലീരിയം എന്താണെന്ന് നോക്കാം. ഡിലീരിയം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ പല കാരണങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിലീരിയം എന്ന് പറയുന്നത്. ഡിലീരിയം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അത് ഒരു അവസ്ഥയാണ്. ഡിലീരിയം എന്ന അവസ്ഥ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് പ്രായമായവരിലാണ്. പിന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളവരെന്ന് പറയുന്നത് ക്രോണിക് ഇൽനെസ് ഉള്ളവരാണ്. അതായത് ഡയബറ്റിക്, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ കാർഡിയോവാസ്കുലർ ഡിസീസ്, അങ്ങനെയൊക്കെയുള്ള ക്രോണിക് ഡിസീസ് ഉള്ളവർക്കാണ് ഇങ്ങനെ ഡിലീരിയം എന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സർജറി, കൂടുതൽ സമയമെടുക്കുന്ന സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞവർ, അതുപോലെ തന്നെ ശരിക്കും ഉറക്കമില്ലാതെ ഇരിക്കുന്നവർ, അതുപോലെ തന്നെ നേരത്തെ ഇങ്ങനെയുള്ള ഡിലീരിയം എന്ന അവസ്ഥ വന്നിട്ടുള്ളവർ, ഡിപ്രഷൻ എന്ന അവസ്ഥയിലുള്ളവർ, ഇവർക്കൊക്കെ ഡിലീരിയം എന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയും ഇങ്ങനെ ഉണ്ടാകാനുള്ള, ഡിലീരിയം എന്ന അവസ്ഥ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഉള്ള കുറച്ച് കാരണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജലാംശം കുറയുന്നത് കൊണ്ടും, പിന്നെയുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഇടയ്ക്കൊക്കെ എടുക്കാതെ വരികയും, അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും മെഡിസിൻസ് എടുക്കാൻ തുടങ്ങിയാൽ ചിലരിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. അതായത് ചിലരിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഡിലീരിയം എന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇത് കൂടുതലും പ്രായമായവരിലാണ് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഡിലീരിയം എന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറേ നാൾ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കാതെ വരുമ്പോൾ, സ്മോക്ക് ചെയ്തിട്ട് സ്മോക്കിങ് നിർത്തുന്ന സമയത്ത്, അതുപോലെ തന്നെ സൈക്കോട്രോപിക് ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നവർ അത് എപ്പോഴെങ്കിലും അത് മിസ് ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ പുതുതായിട്ടുള്ളൊരു സൈക്കോട്രോപിക് ഡ്രഗ് തുടങ്ങുന്ന സമയത്ത്, പിന്നെ പ്രധാനമായിട്ട് ഇതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ യൂറിത്രൽ കത്തീഡ്രലൈസേഷൻ ഉള്ളവരിലാണ്. ഇവർ കൂടുതലും അവരുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരുടെ ഡിലീരിയം എന്ന അവസ്ഥയും കൂടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. നമ്മൾ ഡിലീരിയം എന്ന അവസ്ഥയുടെ ആ കാരണത്തെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൂർവ്വ അവസ്ഥയിലേക്ക് ആ ആളിനെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റിവേഴ്സിബിൾ അല്ല. അവരുടെ ഒരു ബേസിക് സ്റ്റേറ്റിലേക്ക് നമുക്ക് ഒരിക്കലും ആ ആളെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഡിലീരിയം ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആ ആളെ അവരുടെ പഴയ ഒരു അവസ്ഥയിലേക്ക്
കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതായത് നമ്മൾ ഇന്നലെ കാണുന്ന ഒരാളെ ഇന്ന് കാണുമ്പോൾ അയാൾക്ക് ഒത്തിരി വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് തോന്നും. അതാണ് ഡിലീരിയം എന്ന അവസ്ഥ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലരൊക്കെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുകയും പെട്ടെന്ന് അവർക്കൊരു സ്ഥലകാല ബോധം ഉണ്ടാകാതെ ഇരിക്കുകയും അതുപോലെ തന്നെ അവർ കൂടുതൽ ഉറങ്ങിപ്പോവുകയും ചിലപ്പോൾ ഉറക്കം ഇല്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് പ്രായമായവരിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ സാധാരണ ഉള്ള രീതിയിലല്ലാതെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നോ, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം അവർക്ക് ശരീരത്തിൽ കുറവുണ്ടോ, വെള്ളം കുടിക്കാതെ ഇരിക്കുന്നുണ്ടോ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ, അതുപോലെ തന്നെ അവർ പുതുതായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മെഡിക്കേഷൻസ് അവർ മിസ്സായിട്ടുണ്ടോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടുപിടിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ താമസിച്ചാൽ നമ്മൾ തിരിച്ച് അവരെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയത്തിൻ്റെ കാലയളവ് കൂടുതലാവുകയും ചിലപ്പോൾ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോയി ആ രോഗിയുടെ മരണത്തിന് തന്നെ ഇടയാകും. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഡിലീരിയം എന്താണെന്നും അതിൻ്റെ ചില കാരണങ്ങൾ എന്താണെന്നും ആരിലൊക്കെയാണ് ഡിലീരിയം ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുമാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഏതൊക്കെ ടൈപ്സ് ഡിലീരിയമാണ് ഉള്ളത്, ഇതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. ഇനി ഒരടുത്ത വീഡിയോയുമായി നിങ്ങളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.